പാകിസ്ഥാന്റെ കടുത്ത അവഗണനയ്ക്കും സാമ്പത്തിക ചൂഷണത്തിനുമെതിരെ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ 3 വർഷത്തിലേറെയായി നടത്തിവരുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ പുതിയ രാഷ്ട്രീയ തലത്തിലേക്ക്. ഉയർന്ന വൈദ്യുതി നിരക്ക്, സബ്സിഡിയില്ലാത്ത ഗോതമ്പ് വില എന്നിവയ്ക്കെതിരെ ജമ്മുകാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം ഇപ്പോൾ പാക് സൈന്യത്തിനും ഫെഡറൽ സർക്കാരിനുമെതിരായ ശക്തമായ പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ സ്വാഭാവിക സാമ്പത്തിക സ്വയംഭരണ അവകാശങ്ങളെ പാകിസ്ഥാൻ തകർക്കുകയാണെന്ന് ആരോപിക്കുന്ന പ്രക്ഷോഭകർ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ഇപ്പോൾ പരസ്യമായി ആവശ്യപ്പെടുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിനായി ബദൽപാത ഒരുക്കുമെന്ന് JAC നേതാവ് സർദാർ അമൻ വ്യക്തമാക്കിയതോടെ പാക് ഭരണകൂടം വലിയ ആശങ്കയിലാണ്. വ്യാപാരികളും അഭിഭാഷകരും വിദ്യാർത്ഥികളും നയിക്കുന്ന ഈ ജനകീയ പ്രസ്ഥാനത്തെ ഭീകര സംഘടനയായി മുദ്രകുത്തി അടിച്ചമർത്താനാണ് ഇസ്ലാമാബാദ് ശ്രമിക്കുന്നത്. ന്യായമായ അവകാശങ്ങൾ ചോദിക്കുന്ന ജനങ്ങൾക്ക് നേരെ പാക് സൈന്യം നടത്തുന്ന വെടിവെപ്പുകളിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. കർഫ്യൂ, ഇന്റർനെറ്റ്, മൊബൈൽ നെറ്റ്വർക്കുകൾ വിച്ഛേദിക്കൽ, പാതിരാത്രിയിൽ വീടുകളിൽ കയറിയുള്ള അറസ്റ്റുകൾ എന്നിവ വഴി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും ജനങ്ങൾ പിന്മാറാൻ തയ്യാറാകുന്നില്ല. ചൈന, പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഗിൽഗിത്ത് ബാൾട്ടിസ്ഥാനിലും സമാനമായ രീതിയിൽ സൗജന്യ നിരക്കിലുള്ള ഗോതമ്പിനായും അടിസ്ഥാന അവകാശങ്ങൾക്കായും ജനങ്ങൾ തെരുവിലാണ്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണെങ്കിലും ഇവിടുത്തെ നദികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പാക് പഞ്ചാബിലേക്കും ദേശീയ ഗ്രിഡിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. ഈ പദ്ധതികളുടെ നിഴലിൽ ജീവിക്കുന്ന കശ്മീരികൾ മണിക്കൂറുകൾ നീളുന്ന ലോഡ് ഷെഡിങ്ങും താങ്ങാനാകാത്ത വൈദ്യുതി ബില്ലുകളുമാണ് നേരിടുന്നത്. കശ്മീരി സ്വത്വവും ഭാഷയും തകർക്കാൻ ഉറുദു ഔദ്യോഗിക ഭാഷയാക്കുകയും പഞ്ചാബി, പഷ്തൂൺ വിഭാഗങ്ങളെ ഇവിടെ വൻതോതിൽ കുടിയിരുത്തുകയും ചെയ്യുന്നതിലൂടെ പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാന്റെ ഒരു കോളനിയായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതിർത്തിക്കപ്പുറം ഇന്ത്യൻ കശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വികസന കുതിപ്പും POKയിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് വീര്യം കൂട്ടുന്നുണ്ട്. അടുത്തിടെ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയിൽ പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും LOC കടന്ന് വ്യാപാരം നടത്തിയാലും GST ബാധകമാണെന്നും വ്യക്തമാക്കിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് മുൻപ് ഇസ്ലാമാബാദ്, ഉറി, റാവൽകോട്ട്, പൂഞ്ച് മേഖലകൾ കേന്ദ്രീകരിച്ച് സജീവമായ അതിർത്തി വ്യാപാരം നടന്നിരുന്നു. പ്രക്ഷോഭകർക്കിടയിൽ ഇന്ത്യാനുകൂല വികാരം ശക്തമാകുന്നതും പാക് സൈന്യത്തിനെതിരെ ഇന്ത്യൻ ത്രിവർണ്ണ പതാകയേന്തി മുദ്രാവാക്യം വിളിക്കുന്നതും ഇപ്പോൾ POKയിൽ പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര നാണ്യനിധിയോട് പാകിസ്ഥാൻ യാചിക്കുന്ന സാമ്പത്തിക സഹായത്തേക്കാൾ വലുതാണ് ജമ്മു കാശ്മീരിനായുള്ള ഇന്ത്യയുടെ വികസന ബജറ്റെന്ന് ജനീവയിലെ UN മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ഇന്ത്യൻ കശ്മീരിന്റെ പുരോഗതിയും നയതന്ത്ര നീക്കങ്ങളും വഴി ആഗോളതലത്തിലും കശ്മീർ ആഖ്യാനത്തിൽ ഇന്ത്യ മേൽക്കൈ നേടിയിട്ടുണ്ട്. POKയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച 50-ലധികം ബ്രിട്ടീഷ് MPമാർ കത്തയച്ചതും ഇതിന്റെ തെളിവാണ്. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ സ്വമേധയായി ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന കാലം വിദൂരമല്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കശ്മീരിലെ വികസനവും സമാധാനപരമായ തെരഞ്ഞെടുപ്പും പൂർത്തിയായെന്നും ഇനി പാകിസ്ഥാൻ മോഷ്ടിച്ച കശ്മീർ ഭാഗം തിരികെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക മാത്രമാണ് അവശേഷിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 1963 സൈനോ-പാക് കരാർ വഴി പാകിസ്ഥാൻ അനധികൃതമായി ചൈനയ്ക്ക് വിട്ടു നൽകിയ 5180 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഷക്സ്ഗാം താഴ്വരയും ചൈന $62 ബില്യൺ നിക്ഷേപിച്ചിട്ടുള്ള CPEC പദ്ധതിയും നിലനിൽക്കുന്നതിനാൽ സൈനിക ബലത്തിലൂടെയുള്ള ഒരു ലയനം എളുപ്പമല്ല. ചൈന ഇവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ ഇന്ത്യ ശക്തമായി എതിർക്കുന്നുമുണ്ട്. യുദ്ധത്തിന്റെ പാത സ്വീകരിക്കുന്നതിന് പകരം നയതന്ത്രപരമായും ഭീകരവാദത്തിന്റെ പേരിൽ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തിയും ലക്ഷ്യം കാണാനാണ് വികസിത ഭാരതം സ്വപ്നം കാണുന്ന ഇന്ത്യയുടെ ശ്രമം.